നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ത്രേസ്യാമ്മയുടെയും മറിയക്കുട്ടിയുടെയും ആത്മശാന്തിക്കായി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. മോളിയുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർക്കാം. നമ്മയും നമ്മുടെ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുസഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ക്രിസോലഗസിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ തിരിച്ചറിയാം, അനുതാപത്തോടെ ഏറ്റുപറയാം. കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെണ്മ കൊണ്ട് നിറച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മെത്രാനായ വിശുദ്ധ പീറ്റർ ക്രിസോലഗസിനെ അങ്ങ് അവതരിച്ച വചനത്തിൻ്റെ നിസ്തുല പ്രഘോഷകനാക്കി തീർത്തുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ രക്ഷാകര രഹസ്യങ്ങൾ ഹൃദയങ്ങളിൽ സദാ ധ്യാനിക്കുവാനും പ്രവൃത്തികളിൽ വിശ്വസ്തയോടെ പ്രകടിപ്പിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ, വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ്. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ്. ആ മാസം 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം. സാബത്തിൻ്റെ പിറ്റേ ദിവസം അവൻ അത് ചെയ്യട്ടെ. സാബത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം.
ഏഴാമത്തെ സാപത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് 50-ാം ദിവസം, കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. 7-ാം മാസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണിവ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. തപ്പുകൊട്ടിയും കിന്നരവും വീണവും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും കാഹളമോതുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിൻ്റെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ്. ഈജിപ്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. നിങ്ങളുടെ ഇടയിൽ അന്യദൈവമുണ്ടാകരുത്. ഒരന്യ ദൈവത്തെയും നീ വണങ്ങുകയുമരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട വചനം. ഹല്ലേലൂയ. നാഥാനിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. നാഥാനിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാഥാ നീ ചൊരിയണമേ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാഥാ നീ ചൊരിയണമേ. നാഥാ നിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 54 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അപമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് വിശുദ്ധ പീറ്റർ
ക്രിസോലഗസിനെ സഭയിൽ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഒരു മെത്രാനായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, സമർപ്പണ ജീവിതത്തിന് എല്ലാം ഉപകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം സുഹൃത ജീവിതം. ജീവിതത്തിൽ ചെയ്യാവുന്നിടത്തോളം സുഹൃതങ്ങൾ ചെയ്തോളാം. നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. പാപം ചെയ്യാതെ എനിക്ക് ജീവിക്കണം, ഒരു പാപത്തിനും എന്നെ കിട്ടില്ല, അവിടം കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. സുഹൃത ജീവിതം, അതാണ് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളതെന്ന്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം. ഇന്നൊരുപാട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ കാണാൻ പറ്റും. വലിയ വിദ്യാഭ്യാസം നേടിയ മക്കളെ പ്രതി ഇന്ന് നെഞ്ചുരുകി ജീവിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം വിസ്മരിക്കരുത്, നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മക്കൾക്ക് പകർന്നു കൊടുക്കണം. സുഹൃത ജീവിതം നയിക്കാൻ അവർക്ക് പ്രചോദനം നൽകണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമാകും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വിശുദ്ധൻ്റെ വാക്കുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുക. ഒരുപക്ഷെ നമ്മൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ഫാഷൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം പുറകെ പോകും. അതിൻ്റെയൊക്കെ പുറകെ പോകാൻ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഈയിടെ കേട്ട ഒരാൾ മരിച്ചപ്പോൾ അവരുടെ സാരി എടുത്ത് നോക്കിയപ്പോൾ ഒരു മിനിമം 150 എണ്ണം മടക്കി മടക്കി, ചിലതൊന്നും ഉടുത്തിട്ട് പോലുമില്ല, ഉപയോഗിച്ചിട്ട് പോലുമില്ല, അങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു സാരി അവർ അവിടെ അടുത്ത് നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു വസ്ത്രം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾ കൊടുക്കുമായിരുന്നെങ്കിൽ ഇതൊരു ഡെഡ് മണിയായിട്ട് അങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു. നമ്മുടെ സുഹൃത ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തി അത് നിക്ഷേപമാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്, നമ്മുടെ മരണാനന്തര ജീവിതത്തിന് നമ്മൾ കൊടുക്കുന്ന നിക്ഷേപം. അങ്ങനെ ഒരു ചിന്ത പോലും വരാതെ ഇന്ന് വേണേ പള്ളിപ്പൊക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നുമുണ്ട്. ആ രീതിയിൽ പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഈ വിശുദ്ധൻ പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധിയുടെ വസ്ത്രം. അതിന് വില കൽപ്പിക്കാതെ നമ്മൾ എത്ര വിലപിടിപ്പുള്ള, എത്ര കാണാൻ കൊള്ളാവുന്ന വസ്ത്രം ധരിച്ച് നടന്നാലും നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ വിലപിടിപ്പുള്ളവരാകണമെന്നില്ല. വിശുദ്ധിയുടെ വസ്ത്രം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യം, ഇതിന് പകരക്കാരനില്ല. പറഞ്ഞാൽ നമുക്ക് ഷുഗറിനാണേലും സോൾട്ടിനാണേലും ഒക്കെ പകരം സാധനങ്ങളുണ്ട്. പക്ഷേ ഇതിന് വിശുദ്ധിക്ക് പകരം വെക്കാവുന്ന ഒന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുക. യേശുക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, വിരക്തിയുടെ അരപ്പട്ട മുറുക്കുക. വിരക്തിയുടെ, നമ്മൾ വേണമെങ്കിൽ പാൻറ്റിടുമ്പോൾ കറക്റ്റായിട്ട് ബെൽറ്റും ഒക്കെ കെട്ടി അത് സുരക്ഷിതമാക്കാനും മനോഹരമാക്കാനുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കാം. വിരക്തിയുടെ കാര്യം വരുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിൻ്റെയും പുറകെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാത്തിൻ്റെയും പുറകെ നമുക്ക് പോകാൻ പറ്റത്തില്ല. വിരക്തി നമ്മൾ പ്രാപിക്കാൻ പഠിക്കണം. നമുക്ക് ഈ ശരീരവും രക്തവും ഉള്ളിടത്തോളം കാലം ഇവ നമ്മെ പലതിനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ശരീരവും രക്തവും മാത്രമല്ല നമുക്കുള്ളത്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അപ്പം അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രചോദനം, ആത്മാവിൻ്റെ സ്വരം, ആത്മാവിൻ്റെ രോദനം, അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവർക്കാണ് വിരക്തി പ്രാപിക്കാൻ പറ്റുക. എന്നൊരുപക്ഷെ നമ്മൾ ഈ ദൂർത്തടിക്കാനുള്ള പ്രവണത വരുമ്പോൾ അല്പം വിരക്തി പ്രാപിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ വരുമ്പോഴത്തേക്കും അവനെ സഹായിക്കാൻ പറ്റിയല്ലേ. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചില വ്യക്തികൾ അവർ വലിയ ആവശ്യത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലേ. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രിസ്തീയ ജീവിതം മനോഹരമാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ പള്ളി പോകുന്നവരായ മാത്രം പോരാ, അതിനോടൊപ്പം ചേർന്ന് പോകേണ്ട പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വേണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തെ ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊന്ന് ഒരുങ്ങി ആ ബലി സന്തോഷത്തോടെ യോഗ്യതയോടെ അർപ്പിക്കാൻ പറ്റില്ലേ? പറ്റും. കുർബാന കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ഇത്രയും വലിയ കാര്യം ചെയ്തതല്ലേ,
ദൈവത്തിന് നന്ദി പറയാനായിട്ട് എനിക്ക് സാധിക്കണം. അത് ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ സുവിശേഷത്തിന് നൽകുന്ന കാര്യങ്ങളായിരിക്കാം, നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളായിരിക്കാം, വിരക്തി പ്രാപിക്കുന്നതായിരിക്കാം. ഇതൊക്കെയാണ് അപ്പവും മീഞ്ഞും സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവസന്നിധിയിൽ എത്തേണ്ടത്. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. അത് നിങ്ങൾ നേർച്ചയിടുന്നതാണേലും പാവപ്പെട്ടവന് കൊടുത്തതാണേലും അതെല്ലാം അപ്പത്തോടും മീഞ്ഞോടും ചേർന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടത് എന്താ? നിൻ്റെ ആദ്യഫലം നീ ദൈവത്തിന് സമർപ്പിക്കുക. പുരോഹിതൻ അതെടുത്ത് ആ കറ്റയെടുത്ത് ദൈവസന്നിധിയിൽ വീശുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നിൻ്റെ മേൽ വന്ന് വീഴും. അപ്പം അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുകയാണെങ്കിൽ സ്വർഗം തുറക്കപ്പെടും, അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ച തിരുവോസ്തി, അതല്ലെങ്കിൽ മറ്റ് കുർബാനയുടെ സംവിധാനങ്ങൾ, അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കടമ നമുക്കുണ്ട്. ഒരിക്കൽ ഒരാൾ ഒരു കുപ്പി എണ്ണയായിട്ട് വന്നപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അവിടെ ആ അൾത്താരയിൽ ഇരുന്ന് കത്തുന്ന ആ വിളക്കിൻ്റെ വെട്ടം ഞാനും കൂടി അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നെന്ന്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം സുഹൃതങ്ങൾ കൊണ്ട് നിറയ്ക്കണം. വിരക്തി അത് പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതൊരു കാര്യം ഈ വിശുദ്ധ ക്രിസോളഗസ് പറയുകയാണ്, ക്രിസ്തു ആയിരിക്കട്ടെ നിങ്ങളുടെ ശിരോ ആവരണം. ക്രിസ്തു ആയിരിക്കട്ടെ. നമുക്കറിയാലോ, ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളെയും ഉദ്ദേശിച്ചുള്ള ഒരു പേരാ. ക്രിസ്റ്റഫർ, ക്രിസ്തുവാഹകൻ. നമ്മൾ യേശു ക്രിസ്തുവിനെ വഹിക്കുന്നവരായിട്ട് മാറണം. അതല്ലാതെ വേറെ എന്തെല്ലാം നമ്മൾ നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്തസാധനങ്ങളിലോ കാണിച്ചാലും കാര്യമില്ല. അതിനുപരിയായിട്ട് യേശു ക്രിസ്തുവിനെ വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് തോന്നണം യേശു ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് തോന്നണം ഇത് യേശു ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മനോഹരമാക്കേണ്ടത് എന്ന് ഈ വിശുദ്ധൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ മുഖത്തിൻ്റെ സംരക്ഷണം ക്രൂശിത രൂപമായിരിക്കട്ടെ. നമ്മൾ കാണുന്നുണ്ട് കളിക്കാർ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണേലും അവർ അവരുടെ മുഖം സുരക്ഷിതമാക്കാൻ വേണ്ടി ഷീൽഡും എല്ലാം ഉപയോഗിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടി നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നു, ഷീൽഡ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രൂശിത രൂപത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടണമെന്ന്. ക്രൂശിത രൂപം അതായിരിക്കട്ടെ നിങ്ങളുടെ മുഖത്തിന് സംരക്ഷണം നൽകുന്നത് എന്നാണ് ഈ വിശുദ്ധം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ നമുക്ക് ഈ കുരിശുരൂപം ചുംബിക്കാനും ക്രൂശിതനായ കർത്താവിനെ ധ്യാനിക്കാനും അവൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിൽ അവനോട് കൂടെ ഒട്ടി നിൽക്കാനും ഒക്കെ സാധിക്കുന്നെങ്കിൽ നമ്മൾ കൂടുതൽ സുരക്ഷിതരാണ് എന്ന കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദിവ്യജ്ഞാനം വക്ഷസിൽ നിറഞ്ഞ് കവിയട്ടെ. അതിന് നല്ലപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ദിവ്യജ്ഞാനം, ഡിവൈൻ വിസ്ഡം, അത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ സ്കൂളിലിരുന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രം പോരാ. നമ്മൾ പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രസംഗത്തിൻ്റെ അറ്റോ മുറിയോ കേട്ടത് അതുപോലെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവിക വെളിപ്പെടുത്തലുകൾ. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ച എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ കർത്താവ് കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുണ്ട്, ദിവ്യജ്ഞാനം വേണോ? കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, സമയമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല വായനകൾ ദൈവിക ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ചങ്കിനകത്ത് ഇന്ന് ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ചങ്കിനകത്ത് എന്തോ വേദന കെട്ടിക്കിടക്കുക, എൻ്റെ ചങ്കിനകത്ത് എന്തോ ഭാരം കെട്ടിക്കിടക്കുക. ഈ വിശുദ്ധം പറയാണ്, ആ ചങ്കിനകത്ത് നിറഞ്ഞ് കവിയേണ്ടത് ദൈവിക ജ്ഞാനമാണ്. അങ്ങനെയെങ്കിൽ ഈ ഭാരമാണെന്ന് പറഞ്ഞ വ്യക്തികൾ അങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നു. അത് ആരോടും പറയാതെ വിഷമങ്ങളും വേദനകളും വരുമ്പോൾ അതെല്ലാം കാഴ്ചവെച്ച് പോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വക്ഷസിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവിക ജ്ഞാനം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ സൗരഭ്യം ഉന്നതങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കട്ടെ എന്ന്. പ്രാർത്ഥനയുടെ
സൗരഭ്യം. ഞാനിടയ്ക്ക് സ്പ്രേ ഒക്കെ അടിക്കാറുണ്ട്. കാരണം നമ്മൾ മനുഷ്യരുടെയൊക്കെ മുമ്പിൽ കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു നമ്മുടെ ബോഡി സ്മെല്ലോ അങ്ങനെയുള്ള ഒരു ആർക്കും അസ്വസ്ഥത വരണ്ട. പ്രിയപ്പെട്ടവർ, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുക, പ്രാർത്ഥനയുടെ സൗരഭ്യം. മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ വില കൊടുക്കാൻ, പണം മുടക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഇവിടെ നമ്മൾ കാണുകയാണ്, പ്രാർത്ഥിക്കാൻ നമ്മൾ എന്തുതരം വില കൊടുക്കുന്നുണ്ട്. ഈ സൗരഭ്യം ഉന്നതത്തിലേക്ക് ഉയരണം, സ്വർഗത്തിലേക്ക് ഉയരണം എന്ന് നമ്മൾ വേണ്ടതുപോലെ ചിന്തിക്കാറുണ്ടോ? അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരാവശ്യം വരുമ്പോൾ ആഞ്ഞാഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത് സ്വാർത്ഥതയാണ്. മറ്റൊരുവന് ഒരാവശ്യം ഉണ്ടെന്ന് കണ്ടാലും അനങ്ങാതിരുന്നിട്ട് നമ്മുടെ ഒരാവശ്യം വരുമ്പോൾ മാത്രം ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥന, അത് സ്വാർത്ഥതയുടെ ഒരു സൂചനയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് പോലും മറ്റുള്ളവരെ നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം, അവർക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റണം. അത് പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റേതും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും ഏത് രീതിയിലാണേലും നമുക്ക് നിലകൊള്ളാവുന്ന രീതിയിലൊക്കെ നമ്മൾ നിലകൊള്ളണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗരഭ്യം നമ്മിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരും. അതനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്ന അനുഭവം നമുക്കുണ്ടാവും. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ പീറ്റർ ക്രിസോലഗസിൻ്റെ മാധ്യസ്ഥം തേടി അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥാ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി. കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണീശോ നൈവേദ്യമായി. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മയാവഹമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തിയാക്കാൻ ഈ വിശുദ്ധരുടെ സ്തുത്യർഹമായ മാതൃക വഴി
ഞങ്ങൾ പ്രചോദിതരാവുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാവുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുമോനേറ്റം ധന്യനുമാം. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രോഗാവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുന്ന ഗ്ലോറിയ അമ്മച്ചിക്ക് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ ഭവനത്തിൽ കഴിയുന്ന ജോയ് ചേട്ടനെ സമർപ്പിക്കാം. മരുവിന് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകമാസകലമുള്ള എല്ലാ രോഗികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവരെല്ലാം സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും
അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനും ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച് ഏകസ്വരത്തിൽ പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ള പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള കുർബാന സ്വീകരണം നടത്തുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവ്വം കാര്യം ചെയ്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുക.
വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഭാവമെന്നിൽ നിറഞ്ഞ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞ നൊമ്പരം നന്മയായി തീരും. ആ ഭാവമെന്നിൽ നിറഞ്ഞ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ നിത്യസ്മാരകമായ ദിവ്യകൂദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുട്ടുകുത്താവുന്നവർ മുട്ടുകുത്തുക. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥ. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥ. പാപവുമെന്നുടെ ദുഃഖങ്ങളും
തിരുമുൻപിലേകുന്നു നാഥ. പാപവുമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ ജ്ഞാനമായ യേശുവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൈവിക ജ്ഞാനത്താൽ നമ്മയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജനങ്ങൾ വിസ്മയിച്ചു അവൻ്റെ ജ്ഞാനം തിരിച്ചറിഞ്ഞപ്പോൾ. യേശുവിനെ ശിരസ വഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിലും ദൈവിക ജ്ഞാനം നിറയണം. കർത്താവേ, ഞങ്ങൾ ഓരോ സമയത്തും പറയേണ്ടതെന്ത്, ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്ത്, പറയരുതാത്തതെന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. അത് സമ്പത്തിനേക്കാളൊക്കെ വളരെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ സുഭാഷിതങ്ങൾ 4:7 അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. മറ്റെന്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് ദൈവിക ജ്ഞാനം. പ്രാർത്ഥനയും ദൈവസ്നേഹവും സഹോദര സ്നേഹവും സുഹൃത ജീവിതവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവിക ജ്ഞാനം നമ്മുടെ വക്ഷസ്സിൽ നിറഞ്ഞു കവിയുന്നത്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തയുള്ളവരാകണം. നമ്മുടെ ശരീരത്തിന് സുഖം തരുന്ന കാര്യങ്ങൾക്കുപരിയായി നമ്മുടെ ആത്മാവിന് രക്ഷ നൽകുന്ന, അഭിമാനം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ചെയ്യണം. കർത്താവേ, അതിനുവേണ്ട അഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് പാടാം. ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ വാഴ്ത്തുവിൻ. ഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ വാഴ്ത്തുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ.
ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ഇസ്രയേലിന്നൊരു ചട്ടമാണോർത്തിടുവിൻ. നാഥനെ വാഴ്ത്തുക, ഇസ്രയേലിന്നൊരു ചട്ടമാണോർത്തിടുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദചിത്തരായി ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. നല്ലവനായ ദൈവത്തെ ഏകസ്വരത്തിൽ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ നന്മകൾ പ്രകീർത്തിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ലോകം മുഴുവന്റെ മേലും അവിടുത്തെ ശക്തി അയക്കണമേ. അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മുട്ടുകുത്താവുന്നവർ മുട്ടുകുത്തുക. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ പ്രത്യേകം ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും നൊമ്പരങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആശ്വാസത്തിനായി പ്രാർത്ഥിക്കാം, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതി. സ്തുതിയായിരിക്കട്ടെ.
അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.